റേഡിയോ ശബ്ദത്തിന്റെ ലോകമാണ് എന്നാണ് പറയാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു ശബ്ദത്തിനെയാണ്. ഈ ശബ്ദത്തെ പാട്ടായും വരികളായും സംഗീതമായും നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. മലയാളത്തിലെ ഒരു മഹാൻ സംഭാവന ചെയ്ത ഒരു വലിയ ശബ്ദം എന്റെ കൂടെ ഉണ്ട്. നമസ്കാരം, ഞാൻ നിങ്ങളുടെ വിജയ് യേശുദാസ്. യു ലിസണിംഗ് ടു മീ ഓൺ സ്റ്റാർ ജാം ഓൺ ക്ലബ് FM. ടൺ കണക്കിന് ഫൺ. വെൽക്കം വിജയ്. താങ്ക് യു ഫോർ ഹാവിംഗ് മീ. വാട്ട് ആർ യു റൈറ്റ് നൗ? ഇപ്പൊ എങ്ങനെയുണ്ട് വിജയുടെ ലൈഫ്? ഐ തിങ്ക് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ആലപിക്കുന്ന യങ് വൈബ്രന്റ് സിംഗർ. നല്ല നല്ല പാട്ടുകൾ മ്യൂസിക് ഡയറക്ടേഴ്സ്, വെറൈറ്റി ഓഫ് മ്യൂസിക് ഡയറക്ടേഴ്സ് തന്നോണ്ടിരിക്കുന്നു. പ്രേ ടു ഗോഡ് ദാറ്റ് ഇറ്റ് കീപ്സ് ഗോയിങ്. അത്രേ ഉള്ളൂ. ഇത്രമാത്രം സിംഗേഴ്സ് ഉള്ള ഒരു ഇൻഡസ്ട്രിയിൽ വിജയന് എപ്പോഴും ഒരു സ്പേസ് കിട്ടി. ആ സ്പേസ് എവിടുന്നാ വരണേ? അത് ഫ്രം പ്രൂവിങ് യുവർ സെൽഫ്, ഫ്രം ഒരു ചെറിയ ലക്ക് ഫാക്ടർ ഉണ്ടെന്ന് വേണമെങ്കിൽ വെച്ചോളൂ. ഇപ്പൊ ഒരു കോലക്കുഴയിൽ അത്രയും വലിയൊരു ഹിറ്റായി. പിന്നെ ഒരു ബൂസ്റ്റ് വന്നത് സമ്മോ സോങ്സ് വിത്ത് MJC, പ്രിയന് മാത്രം, കൂരങ്കിളി, അല്ലെങ്കിൽ കുറച്ചുകൂടെയും പോപ്പുലർ ആയിട്ടുള്ള ചില സോങ്സ്. അത് കഴിഞ്ഞ് വന്നു ഈ പുഴയും, മഴ കൊണ്ട് മാത്രം, തിരയും തിരവും, അല്ലെങ്കിൽ കുറച്ച് ഫാസ്റ്റ് നമ്പേഴ്സ് ആയാലും, ഒരു മധുരക്കിനാവായാലും, അകലെയോ ആയാലും ഓരോരോ. പിന്നെ പതുക്കെ വേറെ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെയും കൂടെയും വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കൂടി. അത് കാരണം താങ്ക്സ് ടു എസ്പെഷ്യലി MJC ഹു തിരിച്ച് കരകയറ്റി എന്ന് വേണമെങ്കിൽ പറയാന്നാണ് കോലക്കുഴൽ തൊട്ട്. അങ്ങനെ പുള്ളിയുടെ ഒരു ഗൈഡൻസിൽ കുറെ ഇംപ്രൂവ്മെന്റ്സ് എനിക്കുണ്ടായി എന്റെ സിംഗിങ്ങിൽ തന്നെ. MJ ചന്ദ്രൻ ചേട്ടൻ. ഇപ്പോ വിജയ് യേശുദാസ് ഒരു കാർ ആണെങ്കിൽ വാട്ട്സ് യുവർ സ്പീഡ്? I guess maybe around 180. ചിലപ്പോൾ സഡൻ ബ്രേക്ക് അടിക്കും. അപ്പോൾ there are times when നമ്മൾ ചിലപ്പോൾ ഒരു വീട്ടിൽ വെറുതെ 2 ആഴ്ചയൊക്കെ വെറുതെ ഇരിക്കും. സിംഗർ വിജയ് യേശുദാസ് വീട്ടിൽ വെറുതെ ഇരിക്കേണ്ടി വരാറുണ്ട്. Of course, yeah, everybody has their time. ഫിലിംസ് ഇങ്ങനെ it's not like എല്ലാ ദിവസവും ഒരു പുതിയ പടം അല്ലെങ്കിൽ ഒരു പുതിയ മ്യൂസിക് ഡയറക്ടർ പാട്ട് റെക്കോർഡ് ചെയ്യുന്നു, അങ്ങനെയല്ല. ഫാന്റാസ്റ്റിക്. സോ വിജയ് യേശുദാസിന്റെ കൂടെ ഇന്നത്തെ സ്റ്റാർ ജാം ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വിജയ് യേശുദാസ്, ആർ യു റെഡി? Yes. All right, so here we go. So this is Star Jam on Club FM. ടൺ കണക്കിന് ഫൺ. Star Jam with RJ Sean. വിജയ് യേശുദാസിന്റെ കൂടെയാണ് ഇന്ന് സ്റ്റാർ ജാം. വിജയ്, വെൽക്കം ബാക്ക്. Thank you. So let's begin Star Jam with Sean and Vijay. ടൺ കണക്കിന് ഫൺ. ഒരു ആക്ടർക്ക് വർഷത്തിൽ ഒരു ബ്രേക്ക് വേണമെന്ന് പറയണ പോലെ ഒരു സിംഗറിന് വർഷത്തിൽ എത്ര ഹിറ്റ് സോങ് വേണം ടു ബി ഓൺ ദ ചാർട്ട്സ്? വൺ റിയലി സൂപ്പർ ഹിറ്റ് സോങ് തന്നെ ധാരാളമാണ്. പക്ഷെ ഇഫ് യു ആർ ഓൾറെഡി കൈൻഡ് ഓഫ് എസ്റ്റാബ്ലിഷ്ഡ്, ഒരു പുതിയ സിംഗർ വരികയാണെങ്കിൽ, ന്യൂ കമർ എന്നാണെങ്കിൽ, ആ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ ഒരു വലിയ ഹിറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുറെ പടത്തിലൊക്കെ പാടിയാൽ ഇറ്റ് വിൽ ബി ബെറ്റർ. വിജയ് യേശുദാസിന് എല്ലാ വർഷവും ഒരു സൂപ്പർ ഹിറ്റ് സോങ് കിട്ടിയിട്ടുണ്ട്. ഒരു വർഷം ഒരു ഹിറ്റ് സോങ് കിട്ടിയില്ലെങ്കിൽ അതൊരു സിംഗറിനെ ബാധിക്കും? കുറച്ചൊക്കെ 2007 തൊട്ട്. എനിക്ക് അതിനു മുമ്പ് ഇറ്റ് വാസ് വെരി ഡ്രൈ സ്പെൽ, എന്താ പറയാ, അതെ, ഫസ്റ്റ് 7 years ഓഫ് മലയാളം ഇൻഡസ്ട്രി, എസ്പെഷ്യലി തമിഴിൽ ആ സമയത്ത് നല്ല സ്ട്രോങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നു. ഫ്രം 2002 തൊട്ട് തന്നെ കാതൽ കൊണ്ടേൻ, അങ്ങനെ കുറെ പടങ്ങളൊക്കെ, ദാവണി പൊട്ടി ദീപാവലി പോലത്തെ സോങ്സ് ഒക്കെ, യുവൻ ശങ്കറിന്റെ ആ ഒരു ടീം ആ സമയത്ത് നല്ലപോലെ ഫ്ലറിഷ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. സോ ഇറ്റ് ബാലൻസ്ഡ് ഇൻ എ വേ, ലക്കിലി ഫോർ മീ, ദ ഫാക്ട് ദാറ്റ് എനിക്ക് മലയാളത്തിൽ വളരെ കുറവായിരുന്നു എന്നുള്ളത്, കോലക്കുഴൽ വരെ. പക്ഷെ എന്നാലും ഐ വാസ് സിംഗിങ് ഇളയരാജ സാറിന്റെ ഇപ്പോൾ ഒരു ചിരി കണ്ടാൽ, അത് നല്ലൊരു ക്ലിക്കായ സോങ് ആയിരുന്നു. ഔസേപ്പ് ബച്ചൻ സാറിന്റെ കുറെ പാട്ടുകൾ, ലൈക്ക് ഫസൽ സാറിന്റെ പടത്തിലൊക്കെ. ആ സമയത്ത് എനിക്ക് ഒരുമാതിരി ഒരു ലൈഫ് മലയാളത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാട്ട് കിട്ടിക്കൊണ്ടിരുന്നത് തന്നെ ഫസൽ സാർ, ഔസേപ്പ് ബച്ചൻ സാർ കോമ്പിനേഷനിലും, രാജാ സാർ, സത്യനന്ദികർ സാറിന്റെ കോമ്പിനേഷനും. വർഷത്തിൽ ഒരു പാട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു സിംഗർ ഫ്രസ്ട്രേറ്റഡ് ആവോ? ജസ്റ്റ് ലൈക്ക് ആൻ ആക്ടർ. തീർച്ചയായിട്ടും, ഐ എം ഷുവർ. ഐ മീൻ, ക്ലിക്ക് ആവുമെന്ന് വിചാരിക്കുന്ന സോങ്സ് ഒരിക്കലും ചിലപ്പോൾ ക്ലിക്ക് ആവുമല്ലോ. പക്ഷെ ഒട്ടും നമ്മൾ വിചാരിക്കാണ്ട് പോകുന്ന സോങ്സ് ഒക്കെ ആയിരിക്കും ചിലപ്പം. ഈ പാട്ട് പാടുമ്പോൾ അത് ഇത്ര ഹിറ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ഹിറ്റായി പോയി. പ്രോബ്ലി ഈ പുഴയും സന്ധ്യകളും നീലമിഴിതളുകളും. It came with a lot of awards also. That was a super song. Yeah. And that defined Vijay യേശുദാസ് at a point. Yeah. And second thing, ഈ പാട്ട് ഞാൻ വിചാരിച്ചു this is going to be a super duper hit. പക്ഷെ I don't know, ഇത്രയും നല്ല സോങ് ആയിട്ട് അത് അക്സെപ്റ്റ് ചെയ്തില്ല. രതീഷ് വേഗ നമുക്ക് പാർക്കാം എന്നുള്ള സിനിമയിൽ 2 പാട്ടുകളുണ്ട്. കണ്ണാടി കള്ളങ്ങൾ ചൊല്ലും രാത്രിയിൽ, ഒരുമാതിരി റീച്ചായി. പക്ഷെ I thought it will become even bigger. I think ഫിലിം അത്രയും ഇതാകത്തോണ്ട് maybe it just dropped off. But well, end of the day ഒരു ഫിലിം ഹിറ്റ് ആവണം എന്നുള്ളത് ഒരു സിംഗറിന്റെ കൂടി ആവശ്യമാണ്. In a way, nowadays it's all a package. Yeah. That's Vijay യേശുദാസ് with us. And you're listening to Club FM. ടൺ കണക്കിന് ഫൺ. Fantastic. വിജയ് യേശുദാസ് ആണ് ഇന്ന് എന്റെ കൂടെ സ്റ്റാർ ജാമിൽ ഉള്ളത്. സോ വിജയ്, are you ready? Yes, I am. Okay, here we go. Star Jam with RJ Sean.
വിജയ് യേശുദാസ് പാടിയ ഏറ്റവും നല്ല വരി ഡാഷ് ആണ്. എത്രയോ ജന്മമായി നിൻമുഖമിതു തേടി ഞാൻ, നിന്റെയായി തീർന്ന നാൾ നാം തങ്ങളിലൊന്നായി. Very beautiful lyrics. The way that, I mean, it's thought of, you know, is beautiful. വിജയ് യേശുദാസ് പാടിയ ഏറ്റവും നല്ല ഹം ഡാഷ് ആണ്. ഡാഷ് ആണ് വിജയ് യേശുദാസിന് ഐഡന്റിറ്റി തന്ന മ്യൂസിക് ഡയറക്ടർ MJC. അച്ഛൻ ഗന്ധർവനാണെങ്കിൽ മകൻ ഡാഷ് ആണ്. ഗന്ധർവന്റെ മകനാണെന്ന് മാത്രം. വൈറ്റ് അല്ലാതെ അച്ഛന് ഇഷ്ടമുള്ള നിറം ഡാഷ് ആണ്. ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ. ട്രാവൽ ജാക്കറ്റ്സ് ഒക്കെ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് പാന്റ് ഷർട്ടിന്റെ കൂടെ വൈറ്റ് ഷർട്ട് അല്ലെങ്കിൽ ക്രീം പാന്റ് ആൻഡ് ഷർട്ടിന്റെ കൂടെ ഗ്രീൻ ബ്ലേസേഴ്സ് ഒക്കെ. ഒരു കാലഘട്ടത്തിൽ പാട്ടുകാർ ഗാനമേളയ്ക്ക് വെള്ള ഡ്രസ്സ് മാത്രമാണ് ഇട്ടിരുന്നത്. വാട്ട് വാസ് ദ റീസൺ? ദാസേട്ടൻ. സീരിയസ്ലി അപ്പൊ കൊണ്ടുവന്ന ഒരു ട്രെൻഡ് ഫോർ സിംഗേഴ്സ് എസ്പെഷ്യലി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും വൈറ്റ് ആസ് ഇറ്റ് ഈസ് തന്നെ ഇപ്പൊ പൊളിറ്റീഷ്യൻസ് ആയാലും തന്നെ ഇത് നമ്മൾ എത്ര പ്രാവശ്യം അതേ സാധനം ഇടുകയാണോ അല്ലെങ്കിൽ വേറെയാണോ ഇടുന്നതെന്ന് ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പൊ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. വ്യത്യാസം പറയാന്നുള്ളതാണ്. ഒരു തമിഴ് പാട്ട് ഹിറ്റ് ആവുന്നത് ഒരു മലയാളം പാട്ട് ഹിറ്റ് ആവുന്നത് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? തമിഴ് പാട്ട് ഹിറ്റ് ആയാലും മലയാളത്തിലും പോലും എല്ലാവരും കേൾക്കും. ഓൺലി വ്യത്യാസം ഇസ് ദാറ്റ് ലൈക്ക് ഇപ്പൊ ഒരു കടൽ ചിത്രേ നില പോലത്തെ ഒരു സോങ്, ഇവിടെ മഴ കൊണ്ട് മാത്രം പോലത്തെ ഒരു സോങ് സിമിലർ ആണ്. രണ്ടും വളരെ മെലോഡിക് ആണ്. കടലിലെ പാട്ട് ഇപ്പം ചിത്തിരേ നില ഒരേ നില പരന്തവാനോ പടച്ച കടവുള്, ഈ ഒരു സോങ്ങും അതേ സമയത്ത് അവിടുത്തെ ഒരു സേവൽ കോടി പറക്കിതിട ഇങ്ങനത്തെ ഒരു സോങ് ആണ്. അത് ദ റീച്ച് ഓഫ് ദാറ്റ് കൈൻഡ് ഓഫ് സോങ് ഇസ് മച്ച് മോർ ഇൻ തമിഴ് ട്രഡീഷൻ ദാൻ ഇപ്പൊ ചിത്രേന ഭയങ്കരമായിട്ട് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും. ഓ സൂപ്പറാ പാടിയിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയും. പക്ഷെ അത്രയും ഹിറ്റ് ആവില്ലായിരിക്കും. ഇതിൽ ഏതാണ് ഈ ഇൻഡസ്ട്രിയിൽ കൂടുതൽ മ്യൂസിക് കോപ്പി ചെയ്യുന്നത്, സിനിമ കോപ്പി ചെയ്യുന്നത്? സിനിമ കോപ്പി ചെയ്യുന്നതായിരിക്കും. ഡിപ്ലോമാറ്റിക്. മലയാളത്തിൽ എസ്പെഷ്യലി ഐ ഹവ് സീൻ എ ലോട്ട് ഓഫ് ഇംഗ്ലീഷ് ഫിലിംസ് ബീങ് റീമെയ്ഡ് ആൻഡ് ഓൾ ദാറ്റ് സ്റ്റഫ്. പക്ഷെ സോങ്സ് അങ്ങനെ അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കും. സോങ്സ് ആകുമ്പോഴത്തേക്കും ഫിലിം ആകുമ്പോഴത്തേക്കും കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഹാർഡ് കോർ ഫിലിം കാണുന്നവര് മാത്രമേ ഏതെങ്കിലും ഷസാസ്കിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഇറ്റാലിയൻ ഫിലിം മേക്കറിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ജാപ്പനീസ് ഫിലിം മേക്കറിന്റെ ഒക്കെ പടം എന്നൊക്കെ നമുക്ക് തോന്നും കാണുമ്പോൾ തന്നെ. പക്ഷെ നൗഡേയ്സ് നമ്മൾ ചെയ്യുന്നത് കുറച്ച് സൂക്ഷിച്ച് ചെയ്യണം. എന്ന് വെച്ചാൽ ഇപ്പോ വാർണർ ബ്രദേഴ്സും ഫോക്സ് സ്റ്റുഡിയോസും ഒക്കെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞു. അവരുടെ പടങ്ങളൊക്കെ ഇനി നമ്മളിവിടെ അങ്ങനെ തന്നെ റൈറ്റ്സ് ഒന്നും ഇല്ലാണ്ട് കോപ്പി ചെയ്താൽ നമുക്ക് ലീഗലി നമുക്ക് നല്ല പ്രശ്നം കിട്ടും. Fill in the blanks with Vijay യേശുദാസ്. Yes. Are you ready? Yes. ഞാൻ പാടിയ ബെസ്റ്റ് സോങ് ഡാഷ് ആണ്. അകലെയോ നീ അകലെയോ വിടതരാതെന്തേ പോയി നീ. One of the best. ഇനി ഇളയരാജയുടെ ഒരു ഫേവറേറ്റ് സോങ് ഓഫ് വിജയ് യേശുദാസ്. എൻ ഇനിയ പൊൻ നിലാവേ പൊൻ നിனைவில் എൻ കനാവേ നിனைവിലെ ഏബുദു സുഖം ഇത് എത്ര പേര് ഇവിടെ കേട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞോ. പക്ഷെ ഇറ്റ്സ് എ വെരി പോപ്പുലർ ആൻഡ് ഓൾ ടൈം ക്ലാസിക് ഓഫ് ഇളയരാജ സർ അപ്പ പാടിയത്. 2013 മലയാളത്തിനും ഇന്ത്യൻ മ്യൂസിക്കിനും നഷ്ടമായിട്ടുള്ള 3 വലിയ മ്യൂസീഷ്യൻസിന്റെ പേര് പറയാണ്. ആൻഡ് വിജയ് യേശുദാസ് അവരുടെ കൂടെ ഉള്ള ഒരു മെമ്മറി പ്ലസ് അവരുടെ ഒരു സോങ് വാട്ട് എവർ യു വാണ്ട് ടു സേ പറയാം. ഓക്കെ, ദക്ഷിണാമൂർത്തി സ്വാമി. എനിക്ക് സങ്കടമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ എന്റെ മോള് ഇപ്പോ സ്വാമിയുടെ സംഗീതത്തില് ഞാൻ 7 വയസ്സിൽ ആദ്യമായിട്ട് ഒരു ശ്ലോകം പാടിയ പോലെ അവളിപ്പോ പാടിയിട്ടുണ്ട്. പക്ഷെ അത് സ്വാമി പോയി കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ടാണ് അത് ചെയ്യാൻ പറ്റിയെന്നുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. സ്വാമി ഉണ്ടായിരുന്ന സമയത്ത് അവളെ നേരിട്ട് വന്ന് പഠിപ്പിക്കാനുള്ള ഒരു അവസരം ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് നടക്കാണ്ട് പോയി. അത് വലിയൊരു സങ്കടമാണ്. എന്നാലും സ്വാമിയുടെ കരിയറിലും അതേപോലെ തന്നെ സ്വാമിയുടെ സംഗീതത്തിലും ഞങ്ങളുടെ ഫാമിലിക്ക് 4 തലമുറ വരെ ഒരു തുടക്കം വെക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു ഭാഗ്യം ഞങ്ങൾക്ക്. ദക്ഷിണാമൂർത്തി എന്ന് ഓർക്കുമ്പോൾ വിജയ് യേശുദാസ് പാടുന്ന ഒരു പാട്ട്. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ രാഘവൻ മാസ്റ്റർ കേൾക്കുമ്പോ വിജയ് യേശുദാസ് സിംഗ് എ സോങ് ഫോർ രാഘവൻ മാസ്റ്റർ. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിടങ്ങഴി മണ്ണുണ്ട്. KJ യേശുദാസിനെ പോലെ ഇന്ത്യ മുഴുവൻ ഓർക്കുന്ന മറ്റൊരു സിംഗർ മന്നാടെ. മാനസമൈനേ വരൂ. ഇറ്റ്സ് എ ബിഗ് ലോസ് ശരിക്കും പറഞ്ഞാൽ. അതും ഈ കഴിഞ്ഞ എന്താ പറയാ വളരെ ഒരു ഷോർട്ട് ഫ്യൂ ഡേയ്സിൽ രാഘവമാഷും പോയി, മന്നാടി സാറും പോയി. അതിന് കുറച്ച് നാൾ മുമ്പ് ദക്ഷിണാമൂർത്തി സ്വാമിയും. ആൻഡ് നമുക്ക് ശരിക്കും ഒരു വലിയൊരു ലോസ് തന്നെയാണ്. ഗോഡ് ബ്ലെസ്ഡ്, ദേ ഹാഡ് എ ഗ്രേറ്റ് ലൈഫ് ആൻഡ് ഹെൽത്തി ലൈഫ് ടിൽ ദി എൻഡ്. എന്റെ അച്ഛൻ പാടിയ ഏറ്റവും നല്ല സോങ് ബെസ്റ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഡാഷ് ആണ്.
പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. വിജയ് യേശുദാസിന്റെ കൂടെയാണ് ഇന്ന് സ്റ്റാർ ജാം. വിജയ്, വെൽക്കം ബാക്ക്. താങ്ക് യു. വിജയ് യേശുദാസിന് ഏറ്റവും ഇഷ്ടമുള്ള രാഗം ഡാഷ് ആണ്. कोई कहियो रे प्रभु आवन की. എൻ്റെ ഗുരുജി രാമമൂർത്തി സാർ പഠിപ്പിച്ചൊരു ഭജനാണ്. വെരി ബ്യൂട്ടിഫുൾ തിങ്, മിയാക്കി മൽഹാർ എന്നുള്ള രാഗത്തിൽ. ഇനി ഞാൻ കുറച്ച് ജോണേഴ്സ് പറയും, വിജയ് യേശുദാസ് ഓരോ വരി ആ ജോണറിലൊക്കെ പാടണം. ലെറ്റ്സ് പ്ലേ എ ഗെയിം. ഓക്കെ. ഒരു തമിഴ് ഡപ്പാങ്കുത്ത്. അപ്പടി പോട് 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 അസതി പോട് തന്നാല. ഒരു മലയാളം ഫോക്ക് സോങ്. കുട്ടനാടൻ പുഞ്ചയിലെ കഥയും. പഴയ ഹിന്ദി സോങ്. കാക്കറൂ സജനി ആയന ബാലം. കാക്കറൂ സജനി ആയന ബാലം. സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു ഈണം അല്ലെങ്കിൽ ഒരു പാട്ട്. വാണി വാഗദീശ്വരി വരമരുൾവായ് കലൈവാണി സൈവാണി വാഗദീശ്വരി അംബാ. വിജയ് യേശുദാസിന്റെ മൊബൈലിൽ വെച്ചിരിക്കുന്ന റിംഗ് ബാക്ക് ടോൺ. എന്നാച്ച് അടി എന്നാച്ച് എങ്കുമേ ഉൻമുഖം പാർക്കിരേ. വിജയ് യേശുദാസ് ലൈഫിൽ കേട്ട് ഞെട്ടിപ്പോയിട്ടുള്ള ഒരു പാട്ട്. Shankar Mahadevan and Shreya Ghoshal, amazing voices in that. ഇത് Club FM Star Jam ton കണക്കിന് fun. 10 കണക്കിന് ഫൺ എന്നുള്ള റൗണ്ടിലേക്ക് പോകണം. I'll ask you 10 questions. Just say true or false and why. Okay. Are you ready? Yes. Okay. എന്റെ കൂടെ ഉണ്ട് വിജയ് യേശുദാസ് on Star Jam ton കണക്കിന് fun. Here we go. Question number 1. ഇനി ഒരിക്കലും ഒരു യേശുദാസ് ഉണ്ടാവില്ല. True or false? True. എന്തുകൊണ്ടെന്ന് വെച്ചാൽ there is never another duplicate for any person. അത് ആരായെടുത്താലും some special people are made in this world and അവർ എന്തായാലും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. സിനിമയിലെ പാട്ടിനും സെൻസറിങ് വേണം. False. To a certain extent certain things have to be conveyed. Even if it's ഒരു കുടിച്ചിട്ട് പാടുന്ന ഒരു സോങ് ആണെങ്കിലും you have to convey it in that way. അല്ലെങ്കിൽ what is cinema? Cinema is anyway entertainment and at the same time it is also a medium of expressing many different aspects of life. സ്പിരിറ്റ് പോലത്തെ ഒരു സിനിമയിൽ ലാലേട്ടന്റെ ക്യാരക്ടറോ അല്ലെങ്കിൽ അതിലുള്ള ചില പാട്ടുകൾ അങ്ങനത്തെ കുടിച്ചിട്ട് പാടുന്ന ഒരു പാട്ടൊന്നും ഇല്ലെങ്കിലും തന്നെ ഇറ്റ് വാസ് കൺവീഡ് ഇൻ സച്ച് എ ഗുഡ് വേ. സോ ദർ ഇസ് ഓൾവേസ് വേസ്. ഇപ്പോൾ നമ്മളെല്ലാം ഇഫ് വി സ്റ്റാർട്ട് സെൻസറിങ് ഓർ കട്ടിംഗ് ഓഫ് ദെൻ ദർ ഇസ് നോ വേ ഓഫ് എക്സ്പ്രസിംഗ്. ഐ മീൻ പ്യുവർ സിനിമ എന്ന് പറയുന്നത് ഇസ് ഓൾ അബൌട്ട് എക്സ്പ്രസിംഗ് ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. ചില മ്യൂസിക് ഡയറക്ടേഴ്സിന് ഇഷ്ടമല്ല അവർ പറയുന്ന പാട്ടിന് ഇംപ്രവൈസ് ചെയ്താൽ. ട്രൂ ഓർ ഫാൾസ്? ട്രൂ. മോസ്റ്റ്ലി സീനിയർ മ്യൂസിക് ഡയറക്ടേഴ്സ് അത് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ തരുന്ന ട്യൂൺ തന്നെ പാടിയാൽ തന്നെ ധാരാളം. വിജയുടെ ശീലം എങ്ങനെയാണ്? ഒരു ഇത്തിരി ഹമ്മിങ് കൂട്ട് അല്ലെങ്കിൽ ഒരു ഇത്തിരി ഇംപ്രവൈസിംഗ് കൂട്ട് അങ്ങനെ ഉണ്ടോ? ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഐ ഡോണ്ട് ട്രൈ ടു ഓവർ ഡു ഇറ്റ്. ചുമ്മാ ഒരു സംഗതി ഇടാൻ വേണ്ടി ഞാൻ ചുമ്മാ കയറ്റൊന്നുമില്ല. ഇഫ് ഇറ്റ്സ് നെസസറി ഓൺലി. ഞാൻ അങ്ങനെ മ്യൂസിക് ഡയറക്ടർ ചോദിച്ചാൽ എസ്പെഷ്യലി ഏതെങ്കിലും പാട്ടിലോ വിജയ് കോൺട്രിബ്യൂട്ട് ചെയ്താണ് ഈ എലമെന്റ് എന്ന് പറയാൻ പറ്റും? ഒരു എക്സ്പ്രഷൻ, ഒരു മൂളൽ, ഒരു അഡീഷൻ. ഐ തിങ്ക് അത് ജോയിന്റ് ആയിട്ടാണ് വന്നതെന്ന് വേണമെങ്കിൽ പറയാം. അഖിലയോ എന്നുള്ള സോങ്ങില് കുറച്ച് അഴകേവാ അരികേവാ, ദാറ്റ്സ് വൺ. അരികേവാ മലരേവാ തിരികേവാ, അല്ലെങ്കിൽ മലരേവാ തിരികേവാ, ഇങ്ങനത്തെ ചില
touches. See, അതിൽ തന്നെ you can simply overdo it like മലരേവാ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ വെറുതെ വേണമെങ്കിൽ പോവാം. ബട്ട് it's just unnecessary and the feel of the song will go away. ഇതിപ്പോ ഞാൻ പാടിയത് അവസരമായിരുന്നു, ഞാൻ ചുമ്മാ പാടി. Well, all right, next. ചില നടന്മാർ പാടുന്ന പാട്ട് അസഹനീയമാണ് കേൾക്കാൻ. True or false? True. Unfortunately. ചിലവർ പാടാനുള്ള ടാലന്റ് ഉള്ളവരുണ്ട്, and who are capable men who are connected musically also. ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടറുടെ അടുത്ത് പോയി ചോദിച്ചിട്ടുണ്ടോ എന്തിനാണ് ഈ നടനെ കൊണ്ട് പാടിച്ചതെന്ന്? അത്രയും ക്ലോസ് ആയിട്ടുള്ളവരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടുള്ളത്. അത് ആരാണെന്നൊന്നും ഞാൻ പറയുന്നത്. അല്ല, പക്ഷെ ഉത്തരം എന്തായിരുന്നു? ഒരു സ്റ്റാർ വാല്യൂ വെച്ചിട്ട് ചെയ്യേണ്ടി വന്നു എന്നുള്ളത്. എസ്പെഷ്യലി ദ ന്യൂ ജനറേഷൻ ഓഫ് സിംഗേഴ്സ് ഓർ ആക്ടേഴ്സ് ഓൺലി ട്രൈ സംതിങ് അവരുടെ ഒരു കേപ്പബിലിറ്റിയിൽ വെച്ചിട്ടേ ട്രൈ ചെയ്യാറുള്ളൂ. ധനുഷ് ആയാലും ഈവൻ രാജുവും പോലും മറ്റേ അൻവറിലൊക്കെ പാടിയതൊക്കെ ഓൺലി അക്കോർഡിംഗ് ടു വാട്ട് ദേ പോസിബിൾ. ആൻഡ് ഓഫ് കോഴ്സ് there is a lot of auto tuning and all that stuff done. And they don't at the same time they don't claim that അവര് പെർഫെക്റ്റ് ആയിട്ട് അവര് പാടിയെന്നൊന്നും ഒരിക്കലും അവർ ക്ലെയിം ചെയ്യാറില്ല. നിന്നെ കണ്ട കടലലകൾ പോലെ മയിലായി മഴ കൊണ്ടതുപോലെ അകമേ പിടയും ഞാൻ. ഒരു 10 വർഷം ശേഷമാണ് വിജയ് യേശുദാസ് ജനിച്ചിരുന്നത് എങ്കിൽ ഒരുപക്ഷെ വിജയനെയും റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നതായി കാണാമായിരുന്നു. ട്രൂ ഓർ ഫാൾസ്? മേ ബി ട്രൂ. സീരിയസ്ലി ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ ഒരു കോമ്പറ്റീഷന് ഞാൻ പങ്കെടുത്തിട്ടില്ല. ബട്ട് ഐ തിങ്ക് ലൈക്ക് യു സെഡ് ഒരു 10 years കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ മേ ബി ഐ വുഡ് ഹാവ് fallen into that trend. You would have taken part in such a competition. വിജയ് യേശുദാസ് ആയിരുന്നില്ലായിരുന്നെങ്കിൽ. ഒരു സിനിമ ഹിറ്റ് ആവുമെന്ന് പ്രഡിക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ അത് ഹിറ്റ് ആണോ എന്ന് പ്രഡിക്ട് ചെയ്യാൻ പറ്റും. ഫാൾസ്. നോട്ട് ഓൾ ദ ടൈം. എപ്പോഴും പറ്റില്ല. ഒരു സിനിമ പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത പോലെ തന്നെയാണ് ഇൻഫാക്ട് ഒരു പാട്ടും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക്. എന്ന് വെച്ചാൽ അത് ആൾക്കാരുടെ അടുത്ത് പോകുമ്പോഴേ നമ്മൾ അറിയുള്ളൂ എങ്ങനെയാണ് അത് റിയാക്ട്, അവരുടെ റിയാക്ഷൻ അല്ലെങ്കിൽ അവരുടെ അക്സെപ്റ്റൻസ് എന്നുള്ളത്. പണ്ട് തൊട്ട് സോങ്സ് ഓൺലി ബിക്കം ബിഗ് ഇഫ് യു ഗിവ് വിത്ത് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻസ് ഇൻ ദ ഫിലിം. വെറുതെ ഇങ്ങനെ ഒരു പാട്ട്, നല്ലൊരു പാട്ട്, അതും വെറുതെ ഒരു ജസ്റ്റ് ഒരു പല്ലവി മാത്രം എടുത്ത് ഫേഡിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ ഇട്ടിട്ട് അത് ഹിറ്റ് ആവണമെന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. ഒരു ഫിലിമിൽ എസ്പെഷ്യലി എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് മാത്രമല്ല, എപ്പോഴും ഫിലിം ഇൻഡസ്ട്രി റിവോൾവ്സ് അറൌണ്ട് ഫിലിംസ് ആൻഡ് actors and everything as a package. Music depends on the film success also. അത്രയും നല്ല പാട്ടിലാണെങ്കിൽ തനിച്ച് നിൽക്കുമായിരിക്കും. പാട്ട് പാടുന്നത് ലൈവായിട്ട് ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ട്. ഒരു പാട്ട് ഹിറ്റ് ആവണമെങ്കിൽ പാട്ട് പാടുന്ന റെക്കോർഡിംഗ് വീഡിയോ ചുമ്മാ എടുത്തിട്ട് യൂട്യൂബിൽ ഇട്ടാൽ മതി. I don't think so. False. Ever since കൊലവേരി unfortunately എല്ലാവരും ഇപ്പോൾ എന്താണ് ഒരു ഡിവോഷണൽ പാട്ടിന് പോലും വെറുതെ വന്നിട്ട് ഷൂട്ട് ചെയ്യാൻ വരും, എന്താണ് ഇത് യൂട്യൂബിൽ ഇടണമെന്ന് പറയാം. അതിൽ അങ്ങനെ ഒരു റീച്ച് ആവുന്ന ടൈപ്പ് ഒരു സോങ് ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാറ്റഗറിയിൽ ഇപ്പോൾ അതൊരു സിംഗിൾ ആയിരുന്നു. That is a different thing. And അതിന് തന്നെ ഒരു വഴിയുണ്ട്. ഇപ്പോൾ മറ്റേ പിസ്ത എന്നുള്ള സോങ് it's not done the same way at all like കൊലവേരി was done. Pista was totally different. അപ്പോൾ that also worked without the fact that it was not even there in the film. ലാസ്റ്റിൽ ഒരു മ്യൂസിക് വീഡിയോ മേക്കിംഗ് ഓഫ് ദ വീഡിയോ പോലെ ലാസ്റ്റിൽ ഫിലിമിന്റെ ക്രെഡിറ്റ്സിൽ വരുന്നതാണ്. That itself is a different way of doing it. അപ്പോൾ അത് that's how you got to do it. Not ചുമ്മാ പാടുന്ന എല്ലാ പാട്ടിലും വെറുതെ ഒരു സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്യുന്നത് കാണിച്ചുകൊണ്ട് മാത്രം of course it'll reach people ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ട്വിറ്ററിലൊക്കെ it'll reach people, യൂട്യൂബിലൊക്കെ it'll reach people, that's all. That's Vijay യേശുദാസ് with us. And you're listening to Club FM, ton കണക്കിന് fun. Fantastic. Next question. Music directors-നേക്കാളും ശരിക്കും rich singers ആണ്. True or false? False. Seriously? Well, I think if the music director saves properly, മലയാളത്തിൽ you can't compare singers or music directors for that matter. ഞങ്ങൾ രണ്ട് സെറ്റും ഏകദേശം റിച്ചേ അല്ല, തുല്യരായ പാപ്പരാണെന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് നമ്മുടെ ഇൻഡസ്ട്രി അത്രയും ചെറുതാണ്. ഐ മീൻ അൺഫോർച്ചുനേറ്റ്ലി വി ദ മോസ്റ്റ് ടാലന്റഡ്, ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇത്രയേ ഉള്ളൂ കേരളം. സോ നമ്മുടെ കേരളത്തിന് വെളിയിൽ ആരും നമ്മുടെ സിനിമ കാണാറില്ല. നമ്മൾ സിനിമയെ പറ്റി ഭയങ്കരമായിട്ട് പുകഴ്ത്തും, അത് പറയും ഇത് പറയും, പക്ഷെ ആരും പ്രത്യേകിച്ച് കാണാറൊന്നുമില്ല. എന്നാൽ തമിഴ് സിനിമ നമ്മൾ കാണും. തമിഴ് സിനിമ ഇപ്പം നോർത്തിലെ ആൾക്കാരും കാണാൻ തുടങ്ങി, സിംഗപ്പൂരും ചൈനയും, അതെ എല്ലാവരും കാണാൻ തുടങ്ങി. പക്ഷെ നമുക്ക് ആ ഒരു റീച്ച് എന്തുകൊണ്ട് ഇല്ലാത്തതെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ചുകൂടെയും അങ്ങനെ ഒരു മാസ് എന്നുള്ളതല്ല, പക്ഷെ നമ്മുടെ ക്ലാസിക് ഫിലിംസ് ആണ് മിക്കവാറും ഉണ്ടാക്കുന്നത്. നല്ല ഫിലിംസ് ഒക്കെ നമ്മൾ കൂടുതൽ ഉണ്ടാക്കുന്നത്. ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് ദാറ്റ് ബിക്കോസ് അറ്റ്ലീസ്റ്റ് നമ്മൾ വെറുതെ ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടി നമ്മൾ വെറുതെ തല്ലിപ്പൊളി പടങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഐ തിങ്ക് സിംഗേഴ്സ് ആൻഡ് മ്യൂസിക് ഡയറക്ടേഴ്സ് ഇപ്പോൾ തമിഴിലും തെലുങ്കിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഷുവർ ആയിട്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് തന്നെയാണ്. ആണല്ലേ? എനി ഡേ ഗാനമേള വെച്ചാണ് പാവം പാട്ടുകാർ ഇപ്പോഴും ജീവിക്കുന്നത്, ഇൻക്ലൂഡിംഗ് വിജയ് യേശുദാസ്. ഞങ്ങൾക്ക് മെയിനായിട്ട് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ഇപ്പോൾ റെക്കോർഡിംഗ് ഒന്നുമല്ല. റെക്കോർഡിംഗ് നമ്മൾ പാട്ട് പാടുന്നു, ആ പാട്ട് ഹിറ്റായാൽ മാത്രമേ പിന്നെ ഈ പറഞ്ഞ പോലെ പ്രോഗ്രാംസിനൊക്കെ ഇൻക്വയറി വരുള്ളൂ. അങ്ങനെ ആ പ്രോഗ്രാംസിൽ കൂടെയാണ് നമ്മുടെ മെയിൻ ഇൻകം ഉള്ളത് തന്നെ. തീർച്ചയായിട്ടും ഇറ്റ്സ് ട്രൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിനിമ ന്യൂ ജെൻ ആയി, പാട്ട് ഇപ്പോഴും നോ ജെൻ തന്നെയാണ്. ഫാൾസ്. എന്താണ് എല്ലാ ജനറേഷൻസിനും കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ബാൻഡിന്റെ കോൺസെപ്റ്റ് ഇസ് ബിക്കം സോ മച്ച് മോർ എവിഡന്റ് നൗ. എസ്പെഷ്യലി കേരളത്തിൽ എപ്പോഴും കൊച്ചിയിലൊക്കെ എപ്പോഴും അതൊരു സ്ട്രോങ് പോയിന്റ് തന്നെയായിരുന്നു.
വന്നു. നൗ ഫിലിമിലേക്ക് അത് വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. ലൈക്ക് വിത്ത് നീലാകാശം പോലത്തെ അല്ലെങ്കിൽ ഉസ്താദ് ഹോട്ടൽ ആയാലും പോലും ഗോപിയാണോ മ്യൂസിക്കിലും ഹീസ് ബ്രോട്ട് ദാറ്റ് വളരെ ബാൻഡ് കോൺസെപ്റ്റ് ഇൻ ടു ഇറ്റ് ആസ് വെൽ. സോ അങ്ങനെ ഐ തിങ്ക് ഇറ്റ്സ് പ്രിറ്റി മച്ച് അബൌട്ട് ഏത് ഫിലിമിന് അത് ഇറ്റ്സ് റിക്വയർഡ് എന്നുള്ള പോലെ ഇരിക്കും. ഇറ്റ്സ് നോട്ട് അബൌട്ട് നോ ജനറേഷൻ എന്ന് പറയുന്നത് എന്താ പറയുക, ഇറ്റ്സ് ലൈക്ക് ഓൾ ജനറേഷൻസ് മോർ ദാൻ നോ ജനറേഷൻ. വെൽ ഓൾ ജനറേഷനിൽ പെടുന്ന ഒരു സിംഗറാണ് എന്റെ കൂടെ ഉള്ളത്. ഹിസ് നെയിം ഈസ് വിജയ് യേശുദാസ്. കം ഓൺ, ഓൾ ജനറേഷൻ സോങ് പാടും, ഒരു ഓൾ ജനറേഷൻ സോങ്. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ, പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. Let's listen to that song. Okay, ഇത് Club FM Star Jam, ടൺ കണക്കിന് ഫൺ. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. AK-47 എന്നുള്ള റൗണ്ടിലേക്ക് പോവാണ്. വിജയ് യേശുദാസ്, ക്വിക്ക് ഫയർ. Are you ready? Yes, fire away. Okay, here we go. AK-47. Choose one. Vijay Jeshudas. I'm like a train, I'm a plane. Plane. I like flying and I am flying. Fantastic. You're like a road, you're like a river. Road. Why? Because I like cars and I like driving. Well, Vijay Jeshudas, you're a song, you're a story. Song. Ups and downs and emotions, different words, intervals, probably a song. Vijay Jeshudas പാടി പോകുന്നത് എപ്പോ? മലമുകളിൽ നിൽക്കുമ്പോ, മഞ്ഞ് കാണുമ്പോ. മഞ്ഞു തീരും രാവിനുള്ളിൽ ഒരു വെണ്ണീലാവിൻ മഞ്ഞം തീർക്കും മന്ദാരമേ. പേടിക്കുന്നത് ആരെ? AR റഹ്മാൻ, Ilayaraja sir. Just that the respect he demands just from his presence. Rahman sir is a little more cool and a little more younger than I am, in the sense. So he's a little more simple and whatnot. Raja sir is a little more grand and ഭയങ്കര എന്താണ് ഒരു ലയന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന പോലെയാണ്. ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആവുന്നത് ഇപ്പോ പാടിയ പാട്ടിനെ അപ്പ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ, മ്യൂസിക് ഡയറക്ടർ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ? അപ്പ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഈവൻ മോർ കൈൻഡ് ഓഫ് ഒരു വലിയൊരു അവാർഡാണ്. ജസ്റ്റ് ബിക്കോസ് അത് വളരെ റെയർ ആയിട്ടാണ് നടക്കുന്നത്. നന്നായി പാടിയിട്ടുണ്ടെന്ന് എപ്പോഴും പറയില്ല, എപ്പോഴും പറയാറില്ല, അങ്ങനെ കൂടുതൽ പറയാറില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിങ്ങനെ അമ്മ വഴിയോ അല്ലെങ്കിൽ ഈവൻ ഞാൻ അത് വളരെ നല്ലൊരു ട്യൂണാണ്, നല്ല പാട്ടാണ് എന്നുള്ള പോലെ പറയും. ഡിഫൈൻ റോയൽറ്റി. റോയൽറ്റി ഈസ് ഫോർ റോയൽസ്. റോയൽറ്റി ഈസ് സംതിങ് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ലോ ആൻഡ് അത് ഫോളോ ചെയ്യേണ്ടവർ ഫോളോ ചെയ്യണം, അത്രേ ഉള്ളൂ. അല്ല, സിംഗേഴ്സിന് റോയൽറ്റി ഈ ഒരു കോൺട്രവേഴ്സി ഇടയ്ക്കിടയ്ക്ക് നടക്കുമ്പോൾ ഇറ്റ്സ് നോ കോൺട്രവേഴ്സി ഇൻ ഇറ്റ്. ഇറ്റ്സ് സിമ്പിൾ. എന്താണ്, നമ്മളാരും പോയി ആരുടെ ചോദിച്ചിട്ടില്ല റോയൽറ്റി. സോ സിംഗേഴ്സ് ആസ് ഇറ്റ് ഈസ് ആരുടെ റോയൽറ്റി ചോദിക്കുന്നില്ല. നൗ ഇറ്റ്സ് ബിക്കം ലോ. അത് ഫോളോ ചെയ്യാനുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുള്ളൂ. ഡിഫൈൻ എ ഹിറ്റ് സോങ്. വാട്ട് പീപ്പിൾ അക്സെപ്റ്റ് ആൻഡ് പീപ്പിൾ വാണ്ട് ടു കീപ് ലിസണിംഗ് ടു. ആൾക്കാർ പിന്നെയും നിങ്ങളെ റേഡിയോ സ്റ്റേഷനിൽ വിളിച്ച് കേൾക്കണം എന്ന് പറയുന്നു. ഇറ്റ്സ് എ ഹിറ്റ്. ഡിഫൈൻ മാസ്ട്രോ. മാസ്ട്രോ എന്ന് പറയുന്നത് വെറും ഒരു ഹാർമോണിയം നോക്കി ഒരു എൻറ്റയർ കോമ്പോസിഷൻ എന്താണ് നോട്ട്സ് ആയിട്ട് എഴുതി ഒരു 12 പാർട്ട് സ്ട്രിങ്സ് അല്ലെങ്കിൽ എത്രയോ ഒരു ഫുൾ ഓൺസാമ്പിൾ ഓർക്കസ്ട്ര വരെ ഒരു പേപ്പറിൽ ജസ്റ്റ് ഒരു ഹാർമോണിയം ഒരു ശ്രുതിയും പോലും തൊട്ട് നോക്കാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് മാസ്ട്രോ ഇളയരാജ സർ. Star Jam with RJ Sean. Well, ഞാനിപ്പോ കുറച്ച് ആൾക്കാരുടെ പേര് പറയാം. വിജയ് യേശുദാസിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് പറയാൻ പോവാണ്. ആൻഡ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറീസ് മാത്രം എനിക്ക് കേട്ടാൽ മതി. വൺ ആൻഡ് ഓൺലി ആരായിരിക്കും? ധനുഷ്. സ്റ്റോറീസ്, ലോട്ട് ഓഫ് സ്റ്റോറീസ്, ലോട്ട് ഓഫ് വണ്ടർഫുൾ ട്രിപ്സ്. ധനുഷ് is one of my closest. In recent times we became ദുൽഖറും അമാലും ഞങ്ങളെല്ലാരും വളരെ വളരെ ക്ലോസ് ആയി. നിങ്ങളാണ് നീലാകാശ് അല്ലെ? ദുൽഖർ, ധനുഷ്? ഇല്ല അങ്ങനെയൊന്നുമില്ല. We all have our other circle of friends and all that stuff. അങ്ങനെ നീലാകാശം എന്നൊന്നും പറയാനില്ല. ബട്ട് വി ലവ് ട്രാവലിംഗ്. അതിൻ്റെതായിട്ടുള്ള കോമൺ ഫാക്ടേഴ്സ് കുറെ. ധനുഷ് ആൻഡ് വിജയ് യേശുദാസ് ആൻഡ് ദുൽഖർ നിങ്ങളുടെ ഒരു ട്രാവലിംഗ് സ്റ്റോറി ഒക്കെ പറയൂ, കേൾക്കട്ടെ. വെൽ, ധനുഷ് ഞങ്ങള് വി ബിൻ ടു മെക്കാവോ. ഞങ്ങൾ 4 പേരും കൂടെ, ഞങ്ങളുടെ വൈഫ്സും കൂടെ ജസ്റ്റ് പിള്ളേരെയൊക്കെ വിട്ടിട്ട് ഞങ്ങൾ ഒരു 4 ദിവസം ജസ്റ്റ് ഫുൾ ഓൺ കസിനോസ് ആൻഡ് ജസ്റ്റ് ഹാവിംഗ് എ ബ്ലാസ്റ്റ്. അത് ശരി, കാശ് കളയാൻ പോയതാ? കാശ് കളഞ്ഞു? അത്ര ഞാൻ കളഞ്ഞില്ല, പുള്ളി കുറെ ഉണ്ടാക്കി. ഞാൻ അത്രയും കളഞ്ഞില്ല. ഞാൻ ഒരു ബ്രേക്ക് ഈവൻ ആയിരുന്നു, കുഴപ്പമില്ല. How was Dhanush, as a person? He's a live wire. I mean, he's full of energy and great fun and എന്താ പറയാ, very sensitive and very emotional. നമ്മൾ വിളിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സ്ഥലത്തുണ്ടായിട്ട് നമ്മൾ മെസ്സേജ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഭയങ്കര ദേഷ്യം കാണിക്കുന്ന ആളാണ്. ദേഷ്യം എന്ന് വെച്ചാൽ ഇൻ ദ സെൻസ് വെരി സെൻസിറ്റീവ് ടൈപ്പ് ഓഫ് ക്യാരക്ടർ. ഇത്രയും വലിയൊരു സ്റ്റാറായി അല്ലെങ്കിൽ ഈവൻ ഇപ്പോൾ ഞങ്ങൾ കൊലവെരിയൊക്കെ മുമ്പ് ഞങ്ങൾ വളരെ ക്ലോസ് ആണ്.
സോ അത് കഴിഞ്ഞിട്ടും അതിൻ്റെതായ ഒരു വലിയൊരു ഇതൊന്നും കാണിക്കാണ്ട് ഇസ് ബിൻ ദ സെയിം ഓൾവേസ്. എന്താ വിളിക്കുക ധനുഷിനെ? നൻപ. ഡി നൻപ നൻപ അല്ല, we call D. In fact, ദർശന is also D. അപ്പൊ D2 ആണ് ദർശന, ധനുഷ് is D. അപ്പൊ why this കൊലവെറി D actually ധനുഷിനെ വിളിക്കാണല്ലോ in a way. in the കൊലവെറി D എന്ന് പറയും. തിരിച്ച് ധനുഷ് എന്താ വിളിക്കുന്നത്? വിജു. വിജു. രജനീകാന്ത് ഫാനോ രജനീകാന്ത് ഡയലോഗ് പറയൂ കേക്കട്ടെ. അശോക് ഉണ്ണ മാതിരി ഇന്നും കൊഞ്ച നാളില്, അല്ലെങ്കിൽ വേറെ ഡയലോഗ് പറയാം, കുറച്ചുകൂടി നല്ല ഡയലോഗ് പറയാം. അശോക് അത് മറ്റേ അണ്ണാമലയിലെ ഡയലോഗാണ് പറയാൻ വന്നത്. കണ്ണ പണിങ്ങതാ കൂട്ടമാ വരും, സിംഗം സിംഗിളാ വരും. You are a big fan of രജനീകാന്ത്. സൂപ്പർ ഫാൻ. ധനുഷ് ഞാനും കൂടെ അടിയാണ്. ധനുഷ് എന്താണ് ചില പടത്തിനൊക്കെ ടിക്കറ്റിനൊക്കെ ലൈനിൽ ചാടി കയറി വേർത്ത് കൂട്ടി എന്താണ് അങ്ങനെ മറ്റേ മന്നൻ സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ അതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട് ടിക്കറ്റ് വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞു. ഞാനും അതൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചാടിയിട്ടില്ലെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ ഫസ്റ്റ് ഷോ സൂപ്പർ സ്റ്റാറിന്റെ കാണാൻ എങ്ങനെയെങ്കിലൊക്കെ എത്താൻ ട്രൈ ചെയ്തിട്ടുണ്ട്. Right now, 3 hours of fun and entertainment. And over and Vijay Yeshudas, the one and only Vijay Yeshudas, the one and only Vijay Yeshudas. ഇത് ഞാൻ തന്നെ പറയുന്നത് വളരെ ബോറായിട്ടുണ്ട്. Well, ഞാൻ എപ്പോഴും പറയാറുണ്ട്. Vijay Yeshudas, welcome back to my show. Thank you so much. With RJ Sean. ഞാൻ ഇനി വിജയിന് 3 കാർഡ്സ് തരാൻ പോവാണ്. വിജയ് യേശുദാസിന് 3 കാർഡ്സ് കൊടുക്കാൻ പോവാണ്. വി ആർ ഗോയിങ് ടു പ്ലേ എ കാർഡ് ഗെയിം. ഈ 3 കാർഡിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാത്രം ചൂസ് ചെയ്യാം ആൻഡ് പിന്നെ ഗിവ് മി യുവർ ആൻസർ. പക്ഷെ 3ന്റെയും ക്വസ്റ്റ്യൻസ് വായിക്കണം. ശരി. മലയാളം വായിക്കാൻ അറിയാലോ അല്ലേ? പിന്നെ കാർഡ് നമ്പർ 1. യേശുദാസിന്റെ വോയിസ് പ്രേം നസീറിനെ പോലെയാണെങ്കിൽ വിജയ് യേശുദാസിന്റെ വോയിസ് ആർക്കാണ് ഏറ്റവും കൂടുതൽ സൂട്ട് ആകുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 2. വിജയ് യേശുദാസ് ഒരു മ്യൂസിക് കമ്പോസർ ആയാൽ. ക്വസ്റ്റ്യൻ നമ്പർ 3. പാടുന്ന പാട്ട് ഒരു കോപ്പി ട്യൂൺ ആണെന്ന് മനസ്സിലായാൽ. പാടിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റുഡിയോയിൽ വെച്ച് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വെച്ച് മച്ചാനേ ഇത് അതല്ലല്ലോ എന്ന് മനസ്സിലായാൽ. Well, what's your question? For the fun of it, കോപ്പി ട്യൂണിനെ പറ്റി വേണമെങ്കിൽ ആൻസർ ചെയ്യാം. ഒന്നും ചെയ്യാൻ പറ്റില്ല, പാട്ട് പാടിയിട്ട് അങ്ങനെ തന്നെ പോരുക, അത്ര തന്നെ. വേണമെങ്കിൽ നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ആണെങ്കിൽ വേണമെങ്കിൽ പറയാം ഇത് മറ്റേതിന്റെ ഒരു ഛായ ഉണ്ടല്ലോ അല്ലേ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കുറച്ച് അല്ലാത്തവര് ഇറ്റ്സ് നോട്ട് ഹാപ്പൻ അത്രയും റെഗുലർ ആയിട്ട്, വളരെ റെയർ ഇതാണത്. എന്നാലും 1-2 പ്രാവശ്യം നടന്നിട്ടുണ്ട്. അതും പക്ഷേ ഈ പുതിയ ചില തമിഴ് തെലുങ്ക് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ അടുത്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. സോ അവരുടെ അടുത്തൊക്കെ നമുക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഇത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. സോ നമ്മൾ ജസ്റ്റ് പാടിയിട്ട് നമ്മൾ പോരും, അത്രേ ഉള്ളൂ. ഒരു ഹിന്റ് പോലും കൊടുക്കില്ല. ക്ലോസ് ആയിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ അവരടുത്ത് ഡിസ്കസ് ചെയ്യുമായിരിക്കും. ഈവൻ പാടുന്നതിന് മുമ്പ് പാട്ട് കേൾപ്പിച്ച് തരുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്, ലൈക്ക് ദീപക് ദേവ്, ഹു ഓർ കുറച്ചുകൂടെയും ഇന്ററാക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെയും ഡിസ്കസ് ചെയ്തിട്ടൊക്കെ പാടുന്ന മ്യൂസിക് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഇപ്പൊ യുവന്റെ ആണെങ്കിലും പോലും ഐ കൻ ടെൽ ഇത് കുറച്ച് അതിന്റെ ഒരു ഛായ ഉണ്ടോ എന്നൊക്കെ അങ്ങനെ വേണമെങ്കിൽ കാഷ്വൽ ആയിട്ട് പറയാം. മോനെ യുവ അല്ലേ? ഇല്ലല്ല, യുവ എന്നല്ല, അങ്ങനെ ക്ലോസ് ആണെങ്കിലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്കത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് നിങ്ങളുടെ നത്തിങ് ഐ തിങ്ക് അറ്റ് ദ സെയിം ടൈം നമുക്കൊരു ഓക്കെ ഇതാ സോങ് ആണ്, പക്ഷെ എന്നാലും നമ്മൾ നമ്മുടേതായ ഒരു രീതിയിൽ അതിന് ഒരു ഫീലും എക്സ്പ്രഷൻസ് ഒക്കെ കുറച്ച് കൊടുക്കാൻ നമ്മൾ ട്രൈ ചെയ്യും, റാദർ ദൻ ആ ഒരു ബിക്കോസ് ഇറ്റ് വിൽ ബി പ്രോബ്ലി ഇഫ് എനിത്തിങ് ഒരു ഹിന്ദിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ അല്ലെങ്കിൽ സ്പാനിഷോ ഏതെങ്കിലും ഒരു പാട്ടിന്റെ ഒക്കെ ആയിരിക്കും നമ്മൾ അഥവാ കേട്ടിട്ടുണ്ടെങ്കിൽ. സോ ദെൻ യു നോ ദാറ്റ് അതുപോലെ എന്തായാലും പാടാൻ പറ്റില്ല എന്നുള്ളത്. Thanks, that's a great answer. Well, that's Vijay Yeshudas with us. And you're listening to Club FM, ton kanakkine fun. Fantastic. Star with RJ Sean. So thank you so much. I'm going to close the show and before closing എനിക്ക് 1-2 unplugged കൂടി കേൾപ്പിച്ചു തരാണെങ്കിൽ I'll let you free. Okay. And exit pass ആണല്ലോ. Exactly. Okay. So change എന്ന് പറയും, അപ്പോൾ പാട്ട് മാറ്റിക്കൊള്ളാം. ഇങ്ങനെ ഇൻ ഡിമാൻഡ് ആയിട്ട് മ്യൂസിക് ഡയറക്ടേഴ്സും പോലും ചോദിക്കാറില്ല. Alright, so Vijay Yeshudas with me unplugged on Club FM Star Jam 3, 2, 1 music. ജനുവരിയിൽ യുവലഹരിയിൽ വിടരും നമ്മൾ കാമുകിമാരെ കണ്ടാലേഴും കാമുകജ്വലം നെഞ്ചേറ്റി കസറിവാ Next song. വാതിലിൽ ആ വാതിലിൽ കാതോർത്തു ഞാൻ നിന്നിലേ പാതിയിൽ പാടാത്തൊര തേനൂറിടും നിശലായി ഞാൻ ചെഞ്ചുണ്ടിൽ ചെഞ്ചുണ്ടിൽ താനേ ചെഞ്ചുണ്ടിൽ ചെഞ്ചുണ്ടിൽ താനേ.
Well, next song. This is one of the latest songs. D-Man വേണ്ടി വർത്തപ്പെടാத വാലിബർ സംഘം ഞാൻ പാടിയ പാട്ടാണ്. പാക്കാതെ പാക്കാതെ അയ്യോ പാക്കാതെ. Thank you very much. So 3 hours of Star Jam. Now tell me, how was Star Jam? Super, as always. നിങ്ങളുടെ എന്താ പറയുക ഫയറി ക്വസ്റ്റ്യൻസിന് മെന്റൽ ബ്ലോക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു. പക്ഷെ എന്നാലും I managed somehow, I guess. And you were fun, Vijay. Thank you very much. Thank you so much. എല്ലാവർക്കും വളരെ നന്ദി once again for having me on Star Jam to Club FM, and the listeners for listening and enjoying. I hopefully not getting too bored. Ton കണക്കിന് fun. Ton കണക്കിന് fun. Keep listening to Club FM always. Thank you. This is your Vijay Shudas signing off.